ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ അട ഉണ്ടാക്കാം കേട്ടോ. ഇലട. അതിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയായിട്ട് എടുക്കുന്നത്. ചക്ക വരട്ടിയതും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ചക്ക വരട്ടിയത് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല കഴിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പോൾ ആ ചക്ക വരട്ടിയത് കുറച്ച് ഇടുന്നുണ്ട് ഗോതമ്പ് പൊടിയിൽ. ഒരു 2-3-4 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് 2 സ്പൂൺ ഇട്ട് നോക്കിയതാണ്. പിന്നെ ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. നല്ലോണം ഇങ്ങനെ കുഴഞ്ഞ് വരുന്നവരിടണം കേട്ടോ. അതിൽക്കൊരു കുറച്ചൊരു 1/2 സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ, ഗോതമ്പ് പൊടിയിലേക്കുള്ള. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇളം ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കണം. ചക്ക വരട്ടുന്നതൊന്നും കാട്ടാനും കഴിയില്ല കേട്ടോ. ചക്ക വരട്ടിയത് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. അമ്മ വരുമ്പോൾ കൊടുന്നു തന്നതാണ്. അതുകൊണ്ട് അത് വരട്ടണമെന്ന് കാട്ടാൻ പറ്റില്ല കേട്ടോ. വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റൊന്നും കയ്യുമെന്ന് പോരാ ബുദ്ധിമുട്ടാട്ടോ. ലാസ്റ്റ് ആകുമ്പത്തിനൊക്കെ ശരിയാവും. പിന്നെ അതിലേക്കൊരു കുറച്ച് തേങ്ങയും 1/2 മുറിയുടെയും പകുതി തേങ്ങ ഇട്ടിട്ട് കൊടുക്കുള്ളൂ. പിന്നെ ഒരു ശർക്കരയും ഇങ്ങനെ ചിരവി എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇല വാട്ടി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വാഴൻ്റെ ഇല. അപ്പോൾ അതിലേക്ക് നൈസായിട്ട് പരത്തി കൊടുക്കുക. കയ്യുമ്മ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു ലേശം കയ്യിൽ വെള്ളമാക്കിയിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പോരുമല്ലോ കേട്ടോ. നൈസായിട്ട് പരത്താനും പറ്റും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കുക. ചക്ക കഴിയണ സമയമാണ്. അപ്പോൾ ചക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വരട്ടി എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പരത്തി നൈസായി പരത്തിയിട്ട് അതിൽ ശർക്കരയും തേങ്ങയും കൂട്ടി ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് മടക്കി വെച്ചാൽ അത് സെറ്റായി. പിന്നെ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ ഓട്ടത്തട്ട് വെച്ച് വെള്ളം തിളച്ച് ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് ഇലട വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇലയിൽ പരത്തി മടക്കി വെച്ചത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് കൊട്ടിയെടുക്കാം കേട്ടോ. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ. അതില്ല വെന്ത് ഇലമെന്ന് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ചക്ക എപ്പോഴൊന്നും കിട്ടില്ലല്ലോ. ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് കുറച്ച് നേരം വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉള്ളു വേവാതെ കിട്ടും. പിന്നെ അതെല്ലാം നൈസായി പരത്തും വേണം കേട്ടോ. കനത്തിൽ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവില്ല. നൈസായി പരത്തിയാലാണ് വെന്ത് കിട്ടുള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇല്ല, എൻ്റെ ഉള്ളിൽ ആ ശർക്കരയൊക്കെ അങ്ങനെ പാനിയായിട്ട് നിൽക്കും കേട്ടോ. നല്ല മഴയും നല്ല കട്ടൻ ചായയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. ഞാൻ കൊടുന്ന് വെച്ചപ്പോൾ മറ്റാൾ ടേസ്റ്റ് നോക്കാൻ വന്നതാട്ടോ. ശരി, ഓരോരുത്തരും എടുത്ത് കഴിക്കണ്ട കേട്ടോ. എത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിക്കണം കേട്ടോ ഉണ്ടാക്കിയത്. ശർക്കരയും തേങ്ങയും ഒക്കെ കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്